He loves his mother. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ച നടൻ മോഹൻലാൽ മികച്ച ഭരണാധികാരിയും പ്രചോദിപ്പിക്കുന്ന നേതാവും ആണ് മോദിയെന്ന് മോഹൻലാൽ പോഡ്കാസ്റ്റിൽ പറഞ്ഞു. പിണറായി ലാൽ അഭിമുഖം ചർച്ച. ഈ സിനിമാക്കാരെ കൊണ്ട് ആകമാനം പുലിപാല് പിടിച്ചിട്ടേ ഉള്ള കാര്യം എന്താ പറയുന്നത്, അതായത് വേറെ ഒന്നുമല്ല, പിണറായി വിജയനുമായിട്ടുള്ള ഒരു അഭിമുഖം ഉണ്ടായിരുന്നു. ആ അഭിമുഖം കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു സംശയമായി, ഇയാൾ CPM ആയോ. അതുവരെ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ആണെന്ന് എല്ലാവരും വിചാരപ്പെടുന്നത്. ഏതായാലും അങ്ങനെ ഇരിക്കുമ്പോഴാണ് അത് ശരി, എന്നാൽ പിന്നെ ഈ ഇയാളെ സിനിമ നമ്മൾ കാണിച്ചു കൊടുക്കുക എന്നുള്ള തരത്തിലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടാകും. അങ്ങനെ ആകുമ്പോൾ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും പറഞ്ഞേ മതിയാവും. അതുകൊണ്ട് തന്നെ എന്താണ്, വേറൊരു ചാനലിൽ പോയിട്ട് പറഞ്ഞു എനിക്ക് നരേന്ദ്രമോദിയാണ് ഇഷ്ടമെന്ന്. പിണറായി വിജയൻ ഇഷ്ടമാണ്, നരേന്ദ്രമോദിയെ ഇഷ്ടമാണ്. ഇനിയിപ്പോഴും എന്ന് പറഞ്ഞാൽ VD സതീശനോ രമേശ് ചെന്നിത്തലയോ പോയിട്ട് കണ്ടിട്ട് ഒരു ഇൻ്റർവ്യൂ എടുത്തു കഴിഞ്ഞാൽ പൂർണ്ണമായി എന്നേ ഞാൻ പറയുള്ളൂ. അതായത് അങ്ങനെ വേണം, അവിടുത്തെ ഒരു നടനായി കഴിഞ്ഞാൽ അങ്ങനെ വേണം. അല്ലാതെ എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും കടിച്ചു തൂങ്ങി നിൽക്കരുത്. എല്ലാ സ്ഥലത്തും ഒരുപോലെ കടിച്ചു തൂങ്ങാൻ കഴിവുള്ളവനെയാണ് നമ്മൾ നടൻ എന്ന് പറയുന്നത്. മോഹൻലാൽ ഒരു നടനാണ്. മോഹൻലാൽ എല്ലാം തികഞ്ഞ ഒരു നടനാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മമ്മൂക്ക എല്ലാം തികഞ്ഞ ഒരു നടനാണ്. പിന്നെ സുരേഷ് ഗോപിയാണെങ്കിൽ ഒന്നും പറയണ്ട, അയാൾ പണ്ടേ തെളിയിച്ചിരിക്കുന്ന നടനാണെന്ന്. കാരണം എന്താണെന്നറിയാം, അതായത് കരുണാകരൻ മുതൽ നായനാർ മുതൽ എല്ലാവരെയും കയ്യിലെടുത്ത ഒരേ ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സുരേഷ് ഗോപി ചേട്ടൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവരെല്ലാം നല്ലൊരു നടനാണ്. പക്ഷെ നടനാകാൻ കഴിയാതെ പോയ ഒരാളുടെ ആരറിയാം, ദിലീപ്. അയാൾക്ക് നടനാകാൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും നമ്മുടെ ലാലേട്ടൻ പറഞ്ഞ ആ ഒരു ഇൻ്റർവ്യൂ നമുക്കൊന്ന് കേട്ടുവരാം. The kind of commitment to it's like the commitment of he loves his mother. That's a great quality. Everyone loves mother. Even I also like mother. But he replaces the country as his mother. That's a great quality. He's like, he doesn't have ego, I think. I cannot find out. Nothing is, no ego. He's he's always in a meditative state. He's more of a yogi. Only that kind of, that he's totally free. That kind of, he doesn't have any commitments. Those qualities I cannot just put in 3 words. So it's a beautiful congress of amalgamation of so many things together. So I cannot pinpoint these other things. അപ്പോൾ അതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ഒരു കമൻറ്റ് ഭയങ്കര രസകരമായി തോന്നി. കാരണം എന്താ വെച്ചാൽ ഇത് ഇംഗ്ലീഷിലായതുകൊണ്ട് ആർക്കും മനസ്സിലായിട്ടില്ല. അത് ഇംഗ്ലീഷിലാണ് പറഞ്ഞത്, അതുകൊണ്ട് അധികം ആർക്കൊക്കെ മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാലിനെതിരെ വലിയ തെറിവിളികളൊന്നും ഇല്ലായിരുന്നു എന്നാണ് പലരും പറയുന്നത്. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, മോഹൻലാൽ ഇത് പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ മുഖത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ എൻ്റെ അടുത്ത സിനിമ ബഹിഷ്കരിക്കുകയാണ് എന്നുള്ള ഒരു വിഷമം അങ്ങയുടെ മുഖത്ത് കൃത്യമായിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം പറഞ്ഞല്ലോ, ഇതെന്ന് പറയുന്ന ഈ പരമാവധി സിനിമാ താരങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം ഇല്ലാതിരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് ഞാൻ പറയുള്ളൂ. അവരുടേതെന്ന് പറഞ്ഞാൽ അഭിനയമാണ്. ആ തൊഴിൽ നല്ല വൃത്തിക്ക് ചെയ്യുക. അല്ലാതെ എന്തിനാണ് വന്നിട്ട് ഒരു രാഷ്ട്രീയക്കാരനെയും, ഇപ്പം മോഹൻലാൽ ആദ്യം ഇൻ്റർവ്യൂ ചെയ്ത് പിണറായി വിജയനായാലും ശരി, പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴും വന്ന് പറയുന്ന നരേന്ദ്രമോദി, അപ്പോഴും നിങ്ങൾ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിനെ പറഞ്ഞില്ല എന്നുള്ള ചോദ്യം വരും. അപ്പോഴേക്കും മറ്റുള്ള പാർട്ടിക്കാർ വരും, എന്തുകൊണ്ട് ഞങ്ങളുടെ നേതാവിനെ പറഞ്ഞില്ല എന്ന്. അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾ എല്ലാവരും നേരിടേണ്ടി വരും. ഇന്നിപ്പോഴും ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്ന കാര്യങ്ങൾ എന്താ വെച്ചാൽ ഇനി ഇടി വരില്ല എന്ന് മാത്രമാണ്. കാരണം ഇപ്പം അതൊരു ശീലമാക്കിയിരിക്കുകയാണ്. പക്ഷെ വേറൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, അതായത് ഇടി വരില്ല എന്നും പറയണ്ട. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ ഇപ്പം ജയസൂര്യൻ്റെ അടുക്ക കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞിട്ട് വന്നിനി. ജയസൂര്യ ഇതുവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് മറ്റേ ചൈവിൽ നിന്നൊരു ചങ്ങായിയാണ്. അതുപോലത്തെ ഉണ്ണി മുകുന്ദൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഉണ്ണി മുകുന്ദൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJP അത് ആ ഒരു അനുഭവമുള്ളൊരു വ്യക്തിയാണ്. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ വീട്ടുപടിക്കൽ വരെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇടിയും ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ, അതും പറയാം. അപ്പോൾ ഇപ്പം എല്ലാവരും വന്ന് പറയുന്ന ഒരു കമൻ്റാണത്. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്നുകിൽ സിനിമാ താരങ്ങൾ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കുക, അല്ലാതെങ്കിലും എന്ന് പറഞ്ഞ ഒരു കാര്യം ചെയ്യുക. നമുക്ക് എല്ലാവരെയും ഇഷ്ടമാണ്. ആ ഒരു തത്വത്തിൽ ഇപ്പം ലാലേട്ടൻ പറഞ്ഞു വരുന്നതാണ്. എനിക്ക് പിന്നെ നമ്മുടെ പിണറായി വിജയൻ ഇഷ്ടമാണ്, നരേന്ദ്രമോദി ഇഷ്ടമാണ്, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ വരുന്ന ഏതെങ്കിലും ഒരു നേതാവുണ്ടെങ്കിൽ അദ്ദേഹത്തെയും ഇഷ്ടമാണെന്ന് പറയണം. പക്ഷേ ഇതുകൊണ്ട് ലാലേട്ടൻ പറയുന്നതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ ലാലേട്ടൻ പറയാനുള്ള അധികാരമുണ്ട്. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്, ഒന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. ഇനിയിപ്പോൾ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനെയും കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ സുഖമായി, ഒരു കുഴപ്പവുമില്ല. കാരണം എന്താ വെച്ചാൽ
ലാലേട്ടൻ അത് പറയേണ്ടത് ലാലേട്ടൻ എന്നല്ല, എല്ലാ മനുഷ്യന്മാർക്കും അത് പറയേണ്ട അധികാരമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ രാഷ്ട്രീയ കാര്യങ്ങളൊന്നും നോക്കണ്ടേ. ഇപ്പം നിങ്ങൾക്ക് തോന്നിയല്ലേ, ഇപ്പം മോഹൻലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് തോന്നിയതാണ്, അതായത് എൻ്റെ പ്രധാനമന്ത്രി നല്ല ഒരു ഭരണ നേതാവാണ് എന്നൊക്കെ അദ്ദേഹത്തിന് തോന്നുന്നുണ്ടെങ്കിൽ അദ്ദേഹം അത് വിളിച്ചു പറഞ്ഞു, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇതൊക്കെ പറയുന്നതിന് മുമ്പുള്ള ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ മേജർ രവിയുടെ ഒരു പോസ്റ്റ് വരുന്നുണ്ട്, അതിൻ്റെ അകത്ത് വീണ്ടും മഹാദേവൻ വരുന്നു എന്നുള്ള ഒരു വാർത്ത ഞാൻ കണ്ടിരുന്നു. കാരണം അദ്ദേഹം അതിൻ്റെ അകത്ത് ഒരിക്കലും അഭിനയിക്കരുതെന്ന് ഞാൻ പറയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എമ്പുരാൻ എന്ന് പറയുന്ന ഒരു സിനിമ മുട്ടുകുത്തിക്കാൻ വേണ്ടിയിട്ട്, അത് ഇവിടുന്ന് തുടച്ചെറിയാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പ്രയത്നിച്ചൊരു വ്യക്തി മേജർ രവിയാണെന്ന് ഞാൻ പറയുള്ളൂ. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ മേജർ രവി പല കുഴികളിലും ലാലേട്ടനെ കൊണ്ടുപോയി ചാടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മേജർ രവിയെ പരമാവധി ഒഴിവാക്കി നിർത്തുന്നതാണ് നല്ലതെന്ന് ഞാൻ പറയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങേരിപ്പോഴും എന്തൊക്കെയോ ആണ് പറയുന്നത്, അങ്ങേർക്ക് തന്നെ അറിയില്ല എന്താണ് പറയേണ്ടത്. ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഹിറ്റ് സംവിധായകനാണ്, പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ അങ്ങയുടെ രാഷ്ട്രീയവും അതുപോലെ ബോഡി ലാംഗ്വേജും കാര്യങ്ങളും എല്ലാം മാറിയിരിക്കുന്നത്. ഇപ്പോഴും മേജർ രവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയോ പറഞ്ഞ് എന്തൊക്കെയോ ചെയ്തു പോകുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു നിലപാടോ ഒരു വ്യക്തിത്വം ഒന്നുമില്ല അദ്ദേഹത്തിന്, എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇപ്പോഴും കാണുന്നില്ല, മല്ലിക സുകുമാരനുമായിട്ട് ഇപ്പോഴും അടി തീർന്നില്ല, ഇപ്പോഴും അടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? പൃഥ്വിരാജിൻ്റെ എന്തോ ഒരു കാര്യവും പറഞ്ഞിട്ടാണ്. അതായത് ഇങ്ങനെ അങ്ങനെയാണ്, ഇങ്ങനെ പിടിച്ച മുയലിന് 24 കൊമ്പ് എന്ന് ഇങ്ങനെ പറയുള്ളൂ. കാരണം എന്താ? ഞാൻ മാത്രമാണ് എല്ലാം, ഞാൻ മാത്രമാണ് എന്തോ, ഞാൻ മാത്രമാണ് ശരി, ഞാൻ മാത്രമാണ് ശരി, അങ്ങനെ പറയുന്ന ഒരു വ്യക്തിയാണ് ഈ മേജർ രവി. അതുകൊണ്ട് തന്നെ ലാലേട്ടൻ അടുത്ത കുഴിയിൽ ചാടുന്നതിന് മുമ്പ് ഈ മേജർ മഹാദേവനായിട്ട് ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. ഇനി അത് വേണമെങ്കിൽ വേറെ സുരേഷ് ഗോപിക്കാനോ ഇല്ലെങ്കിൽ വേറെ ആയിരിക്കും കൊടുത്ത് ഒഴിവാക്കി വിട്. കാരണം മേജർ മഹാദേവനെ കണ്ട് നമുക്ക് തന്നെ മടുത്തിരിക്കുന്നത്. അപ്പോൾ മോഹൻലാലിൻ്റെ ഇൻ്റർവ്യൂ വന്നതിൽ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില മുറിവർക്കൊക്കെ ഉണ്ട്. കാരണം എന്താ വെച്ചാൽ എന്താണ് പറയുന്നത്, 2 ദിവസം മുമ്പ് ഇങ്ങനെയല്ലേ പറഞ്ഞത്, 2 ദിവസം മുമ്പ് നമ്മുടെ നേതാവിൻ്റെ കൂടെ നടന്നൊരു വ്യക്തിയാണ്. പക്ഷെ ഇപ്പോഴെന്താണ് ഇങ്ങനെ പറയുന്നത്, ഇങ്ങനെ തന്നെയാണ്, എല്ലാ സിനിമാക്കാരും ഇങ്ങനെ തന്നെയാണ്. ഇപ്പം 2 or 3 ദിവസം മുമ്പ് നമ്മുടെ മമ്മൂക്ക ഓപ്പണായിട്ട് തുറന്ന് പറഞ്ഞു, എൻ്റെ അനിയാ നീ എൻ്റെ കൂടെ നടക്കല്ലേ എന്ന്. കാരണം വെച്ചാൽ നിൻ്റെ കൂടെ നടന്നു കഴിഞ്ഞാൽ നീ പറഞ്ഞിട്ട് ഞാൻ വന്നതെന്ന് വിചാരിക്കൂലേ എന്ന് മമ്മൂക്ക ഓപ്പണായിട്ട് പറഞ്ഞു. അപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖ്യമന്ത്രി വരെ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനോട് ക്ഷമാപണം നടത്തിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത് ഏതായാലും സ്വകാര്യമായിട്ട് പറഞ്ഞാലും ഏതോ ഒരു ചാനൽ മൈക്കിൽ തീർന്നു. പക്ഷേ ഞാനൊരു കാര്യം പറയുകയാണ്, അങ്ങനെ ഇത് എല്ലാവരും അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് പറഞ്ഞത്. അതായത് എല്ലാവരും അറിയണം, അതിന് വേണ്ടിയിട്ട് തന്നെയാണ്. എല്ലാവരും സ്വകാര്യം പിടിച്ചിട്ടാണെന്ന് മാറ്റി നിർത്തി പറഞ്ഞ പോരെ, എല്ലാവരും അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവർക്കും ഒരു മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇവിടെ. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എല്ലാവരും മാറിക്കൊണ്ടിരിക്കുകയെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, മോഹൻലാലായാലും മമ്മൂട്ടി ആയാലും ഇനിയിപ്പോഴും വരുന്ന ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ സുരേഷ് ഗോപിനെ പണ്ടേ നമുക്ക് എല്ലാവർക്കും അറിയാം മാറി. ഇനിയിപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പേര് മാറ്റത്തിൻ്റെ വഴികളിൽ തന്നെയാണ്. എപ്പോഴാണ് ഇവരൊക്കെ മാറുകയെന്ന് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ. അപ്പം അങ്ങനെയാണ് നമ്മുടെ നാടിപ്പോഴും പോകുന്നത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, എല്ലാവർക്കും മാറ്റം വരുന്നുണ്ടെങ്കിൽ മാറ്റം വരട്ടെ. അതായത് ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ശരിയാണ്, നമുക്കിനി കുറച്ച് അങ്ങനെ അങ്ങോട്ട് പോകാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല നമുക്കാർക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ അവരെ തോപ്പിക്കുന്നത് എങ്ങനെയാ വെച്ചാൽ സിനിമ കാണാതിരുന്ന് തോപ്പിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ മോഹൻലാലിനെയും മമ്മൂട്ടിനെയൊന്നും നമുക്ക് തോപ്പിക്കാനൊന്നും കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, മിസ്റ്റർ മമ്മൂക്കാനോട് എനിക്ക് പറയാനുള്ളത്, ഒരുപാട് പേര് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, അത് മാത്രമേ ഉള്ളൂ. മോഹൻലാലിന് പിന്നെ അങ്ങനെ ആയിരിക്കും വിശ്വാസമൊന്നുമില്ല. കാരണം വെച്ചാൽ മോഹൻലാൽ പലപ്പോഴും പല രീതിയിലും പലരെയും ഇതുപോലെ പൂഴ്ത്തി പറയാറുണ്ട്, അവരുടെ കൂടെ പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ ലാലേട്ടനെ പിന്നെ അത്രത്തോളം ഒരു ചെയ്യുന്നില്ല. കാരണം ലാലേട്ടൻ ഇന്നലെ പിണറായി വിജയൻ എന്ന് പറയുന്ന സഖാവിനെ പൂഴ്ത്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് മോദിയെ പൂഴ്ത്തി പറഞ്ഞു, നാളെ ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രമേശ് ചെന്നിത്തലയെ പൂഴ്ത്തി പറയും. അങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. കാരണം ഒരു തട്ടും വരരുത് എന്ന് വിചാരിച്ച് നിൽക്കുന്ന ചില ആൾക്കാരുണ്ടല്ലോ, അവിടെയും ഇവിടെയും എല്ലാ സ്ഥലത്തും ചവിട്ടിയിട്ട് ഇവർ നിൽക്കുള്ളൂ. കാരണം എന്താ പറയുക, എവിടെയും ഇവർക്ക് ഒരു താഴ്ച വരാൻ പാടില്ല. അതുപോലെ തന്നെ ഇവിടെ കുടുംബത്തിനൊരു താഴ്ച വരാൻ പാടില്ല, മറ്റുള്ളവർക്കൊരു താഴ്ച വരാൻ പാടില്ല, അത്രയേ ഉള്ളൂ. ലാലേട്ടൻ അങ്ങനെ നമുക്കൊരു താഴ്ചയും വരരുത്. അതുകൊണ്ട് കേരളത്തിലായാലും ദില്ലിയിലായാലും എവിടെയായാലും നാം അവരുടെ കൂടെ ഉണ്ടാകും എന്ന് പറയുന്നൊരു വ്യക്തിയാണ്. മമ്മൂക്കയ്ക്കും ചെറിയൊരു ചാഞ്ചാട്ടം തുടങ്ങിയിട്ടുണ്ട്. അത് മകനെ ആ ഒരു വണ്ടി കേസിലൊക്കെ പൊക്കും എന്നൊക്കെ അറിഞ്ഞത് കൊണ്ടാണോ എന്നെനിക്കറിയില്ല. എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ഇവിടെ എന്തൊക്കെയോ മാറ്റങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് സിനിമാ താരങ്ങളെ അങ്ങനെ അങ്ങ് ജയ് വിളിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നല്ല സിനിമയാണെങ്കിൽ പോയി കാണുക. അല്ലാതെ എന്ന് പറഞ്ഞ് ഇവരൊക്കെ ആയിട്ട് വലിയ ഒരു ആത്മബന്ധമൊന്നും വേണമെന്ന് ഞാൻ പറയത്തില്ല ഒരിക്കലും. കാരണം വെച്ചാൽ സിനിമാക്കാർ അത്രയേ ഉള്ളൂ, അവർ അഭിനയിച്ചു കൊണ്ടേയിരിക്കും, നമ്മളെ മുന്നിൽ ഇങ്ങനെ അഭിനയിച്ചു കൊണ്ടേയിരിക്കും. അതാണ് സിനിമാക്കാർ. നന്ദി, നമസ്കാരം.